ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. മൈ ബർത്ത്ഡേ. Thanks. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എത്രാമത്തെ? എനിക്കിപ്പോ 34 വയസ്സ്. എന്തോ 34 years, 34 വയസ്സ്. എന്റെ ഭാര്യക്ക് മോളെ ലൂസി, നിനക്ക് എത്ര വയസ്സായി? ഞാൻ പറയാം, 16. യു ആർ റൈറ്റ്. അവളെ കണ്ട 16 വയസ്സേ തോന്നുന്നു, പക്ഷേ വയസ്സ് 28 അപ്പൊ അങ്കിൾ വേണ്ടി 20 കൊല്ലം സിംഗപ്പൂരിലായിരുന്നു പറഞ്ഞതോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ? പിന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നുണയായിരുന്നു. ഇപ്പോ പറഞ്ഞത് മാത്രമാണ് സത്യം. അപ്പോ ഈ നല്ല ദിവസത്തിന് ഓർമ്മയ്ക്കായി, ഈ നല്ല നിമിഷത്തിന് ഓർമ്മയ്ക്കായി ഞാൻ ഇവനെ തുറക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് വേണ്ട. വൈ? ഞാൻ കഴിക്കില്ല. മാഡം, ദിസ് ഈസ് സിമ്പിൾ ആൻഡ് പ്യൂർ സ്കോച്ച്. ഇതിൽ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. ഇന്നത്തേക്ക് എനിക്കും ലൂസിക്കും വേണ്ടി പ്ലീസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിയേഴ്സ്. Cheers. ലൂസി ഡാർലിംഗ്, കിസ് മീ. മതി, എന്റെ കോട്ട കഴിഞ്ഞു. ഇന്ന് കോട്ടയുമില്ല, റേഷനുമില്ല. യു മസ്റ്റ് കീപ് കമ്പനി വിത്ത്. വേണ്ട, ഞാൻ ഒറ്റപ്പക്കാരനാ. ഇപ്പൊ തന്നെ 2 ഇനിയും കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഏറ്റു. ശരിട്ടാ, എന്താ ഇത്? എത്രയായി? മതി. വില്യംസ്, give me a large. എനിക്കൊന്ന് കുടിക്കണം. എന്താ തരില്ലേ? എന്തിനായിരുന്നു മോങ്ങുന്നേ? എനിക്കൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ ജോലിക്ക് പോണ്ട. എന്നെ കൊണ്ടുള്ള ശല്യം തീർത്തു തന്നേക്കാം. അത്രയും സന്തോഷം. ഞാൻ മരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് കെട്ടിവലിച്ചു കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഭരിക്കാൻ വരരുത്. ഞാൻ എന്താണ് ഭരിക്കാൻ വന്നത്? ആ രംഗങ്ങളൊക്കെ വീണ്ടും ഇവിടെ ആവർത്തിക്കണം. നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. ടെറിബിൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എനിക്കങ്ങനെ പലതും കാണും. അത് ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ തരാറാണ്. നിന്റെ പാരമ്പര്യം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എനിക്കറിയാം. എന്തോന്നാ നിന്റെ പാരമ്പര്യത്തിന്? നിന്റെ അച്ഛനൊന്ന് ഉറക്ക തുമ്മിയ പെട്ടിയും തൂക്കി ഇറങ്ങി പോകുന്ന പതിവായിരുന്നല്ലോ നിന്റെ അമ്മയ്ക്ക്. ആ മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വൈര്യം കൊടുത്തിട്ടുണ്ടോ? വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, അപ്പൊ എന്റെ വീട്ടിലുള്ളവർ അവിടെ ഇരുന്നോട്ടെ. മടുത്തു. ഞാനിത് മടുത്തു. എനിക്കും മടുത്തു. ശരി, നമുക്ക് പിരിയാം. പിരിയാന്നൊരു 100 തവണ ആയല്ലോ നീ പറയുന്നത്. എന്നാലും അങ്ങ് പിരിയണം. ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ ആരും വരില്ല. തനിയെ വന്ന് കയറേണ്ടി വരും. എന്റെ പട്ടി വരില്ല. വേണ്ട, തൽക്കാലം എനിക്ക് അല്പം സ്വൈര്യം തരുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും. യു ആർ സോ മീൻ. യു ഡോണ്ട് നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. എന്തോ? പരിഹസിക്കണ്ട. പഠിക്കണം. ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കണം. ശ്രമിക്കാം. അതുവരെ കാത്തിരിക്കാൻ ഞാനില്ല. ഞാനും എന്റെ കുഞ്ഞ് ഇവിടുന്ന് പോകും. കുഞ്ഞോ? അതെ, ഞാൻ പ്രസവിച്ച കുഞ്ഞ്. അത് നീ ഇവിടെ വരുമ്പോ നിനക്ക് ഗർഭമുണ്ടായിരുന്നല്ലോ.
കാത്തു നിൽക്കുക? UKG സുജയ്. സുജയുടെ ആരാ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പായസം ഉണ്ടാക്കിയോ? ഞങ്ങള് പായസം ഉണ്ടാക്കിയല്ലോ. മോള് സ്കൂളിലേക്ക് പോയിക്കോ. ഇനി എന്നാ കാണാ? അമ്മ എന്നും ഇവിടെ വരാം. വരണോട്ടോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. കുറച്ച് കഴിഞ്ഞിട്ട് വരും. യെസ്, ഡോക്ടർ വിമല ഹിയർ. ഹലോ ഹലോ. ഹാപ്പി ബർത്ത്ഡേ വിമല. താങ്ക് യു ഡോക്ടർ. ഡോക്ടറും ഓർമ്മിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ ബർത്ത്ഡേ. തീയതികൾ ഓർമ്മിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. വിമല എന്തെങ്കിലും ഗ്ലൂമി ആയിരിക്കുന്നത്? സന്തോഷിക്കാൻ വല്ലതും വേണ്ടേ ഡോക്ടർ? ഞാൻ സമ്മതിച്ചിട്ടില്ല. സന്തോഷവും സങ്കടമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ശ്രമിക്കാറുണ്ട്, കഴിയുന്നില്ല. എന്റെ മോളാകാനുള്ള പ്രായമേ വിമലയ്ക്കുള്ളൂ. ഒരമ്മ പറയുന്നതാണെന്ന് കരുതി കേൾക്കാമോ? ഇരുപത്തിയാറ് കൊല്ലമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നെ എന്റെ ഭർത്താവ് ചീത്ത വിളിക്കാറുണ്ട്. കുറെ കേൾക്കുമ്പം ഞാനും എന്തെങ്കിലും തിരിച്ചു പറയും. കുറെ നേരം പരസ്പരം മിണ്ടാതിരിക്കും. പിന്നെ ആരെങ്കിലും ഒരാളങ്ങ് സംസാരിക്കും. വഴക്കം തീരും. എന്റെ അച്ഛനും അമ്മയോ എന്നോട് മുഖം കറുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അവരെ പോലെ അല്ലല്ലോ ഭർത്താവ്. അന്യനായിരുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതല്ലേ. നിങ്ങൾ തമ്മിലുള്ള ഈ പിടിവാശിയുടെ ദുഃഖം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ആ കൊച്ചു കുഞ്ഞല്ലേ. ആഹാ, ആരിത്? സുജമോളോ? അച്ഛൻ തന്നേച്ചതാ. ചേട്ടത്തേക്കും രോഗികൾക്കും കൂടി ഉള്ളതാ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു വീഴുന്ന ഈ നല്ല ദിവസത്തിൽ ഈ എളിയവന്റെ വിനീതമായ ആശംസകൾ. മോള് വരൂ. പേഷ്യൻസിന് മോളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കാം. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഭർത്താവ് അവിടെ ഇരുന്ന് കരയുന്നു, ഭാര്യ ഇവിടെ ഇരുന്ന് കരയുന്നു. എന്നാ പിന്നെ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരിടത്തിരുന്ന് കരഞ്ഞൂടെ?
പാമ്പ് കടിച്ചാലും വിരോധമില്ല, പട്ടി കടിച്ചാൽ വയറ്റത്താ ഇഞ്ചക്ഷൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അജ്ഞാനി സഹോദര, നീ അല്പനാകുന്നു. എങ്ങോട്ടാ? അകത്തോട്ട്. അത് മനസ്സിലായി. എന്താ കാര്യം? ഇന്ന് 1-ാം തീയതിയാകുന്നു. പിരിവിനെ. എന്ത് പിരിവിന്? ദശാംശ പിരിവിനെ. തനിക്ക് വല്ല ജോലി ചെയ്ത് ചോദിച്ചൂടെ? അല്ല ബലാതി. ഓ, ചിലപ്പോ ഇവൻ ഹിന്ദു ആയിരിക്കും. സഹോദര സന്ധ്യാഗോ സഹോദരൻ എന്താണിവിടെ? താൻ എന്താണ് ഇവിടെ? ഇന്ന് 1-ാം തീയതിയാകുന്നു. നമ്മുടെ ചില സഹോദരങ്ങൾ ഈ ഓഫീസിലുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്നും ദശാംശ പിരിവിന് ഇറങ്ങിയതാ. ആ, ഒത്തിരി പിരിച്ചു പിരിച്ച് താൻ പിരി പൊട്ടിക്കും. എന്താണ് സഹോദര പരിഹാസവചനങ്ങൾ പറയുന്നത്? ഇടോ, അവിടെ നിന്ന് ആർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. വൈകുന്നേരമേ കിട്ടത്തുള്ളൂ. ദൈവഹിതം അങ്ങനെ ആയിരിക്കും. ദൈവഹിതം അതായിരിക്കാം. പക്ഷേ എനിക്ക് ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. പിതാവേ, വേണമെങ്കിൽ തനിക്കും 100 മില്ലി വാങ്ങിത്തരാം. വന്നോളൂ. പാടില്ല സഹോദര, മദ്യപാനികളെ ദൈവം വെറുക്കുന്നു എന്നാണ്. ആര് പറഞ്ഞു? അപ്പോസ്തലനായ പൗലോസ്. അയാളോട് പോയി പണി നോക്കാൻ പറ. താൻ വരുന്നോ? സന്ധ്യാഗോ സഹോദര. എന്തിയാകോ സഹോദര? ഞാനും വരാം. കാരണം തന്റെ സഹോദരൻ മനോദുഃഖം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തുകൂടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആര്? അപ്പോസ്തലനായ You പൗലോസ്. are to lose. സഹോദര, എന്നെയും കൊണ്ടുപോകൂ സഹോദര. ഒരു മില്ലി അടിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് അയാളുടെ ഒരു തത്വജ്ഞാനം. പപ്പ ഇനി വന്നാ സാറ് പണം കൊടുക്കരുത്. അത് ഞങ്ങൾ തമ്മിലല്ലേ. എലീനയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല. പോരെ? അതുകൊണ്ടല്ല സാർ, പപ്പ ഇതൊരു ഹാബിറ്റ് ആക്കും. അല്ലെങ്കിൽ തന്നെ അടുത്ത പരിചയമുള്ള എല്ലാവരോടും പപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട്. മക്കൾക്ക് നല്ല ഓർമ്മ വേണം. എന്റെ എന്റെ കാലൊക്കെ വെച്ച് ചവിട്ടാതെ സഹോദര. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. പ്രായം അത് പറ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലാണ് സിന്ധു സമാനം ചന്ദ്രൻ കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അയ്യോ അഴിയാൻ സന്തു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അവളോടിയ വഴിയെ കപ്പളം വളർത്തി ചാണക വഴിയായിരുന്നു. അമ്മ പറഞ്ഞത് മോൾ ആലോചിച്ചോ? അവൻ സുജമോളെയും കൊണ്ട് ഈ എസ്റ്റേറ്റ് വിട്ട് പോയാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിടാനുള്ള കാര്യമല്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? മോളെ, ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ടെന്താ, നിനക്കൊരു ഒന്നാന്തരം ഭർത്താവിനെ ഈ അമ്മ കണ്ടുപിടിച്ചു തരാം. ആ ബന്ധവും മോശമായാലോ? വക്കീലിനെ വിളിച്ച് മറ്റൊരു ഒപ്പ് കൂടി ഇടണം, അല്ലേ? അച്ഛന്റെ മോളല്ലേ, അങ്ങേരുടെ കുതിരയ്ക്ക് കൊമ്പ് 3. അമ്മയുടെ കുതിരയ്ക്കോ കൊമ്പ് അതിലും കൂടുതലാ. നീ ഇങ്ങനെ എത്ര കാലം നിൽക്കുന്ന നിന്റെ വിചാരം? മോളെ, അമ്മ പറയുന്നതാ ശരി. അമ്മ ഇങ്ങനെ 7 കൊല്ലം നിന്നില്ലേ? അത് നിന്റെ അച്ഛന്റെ ഗുണവധികാരം കൊണ്ടാ. അന്ന് അമ്മ എന്തുകൊണ്ട് വേറെ കല്യാണം കഴിച്ചില്ല?
എന്തായാലും പിണങ്ങി പോയിട്ട്? അച്ഛനോടൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് കേട്ടോ? അതുകൊണ്ടല്ലേ മോള് പിണങ്ങി പോയത്. അമ്മയുടെ മോളല്ലേ, പിന്നെ എങ്ങനെയാ പിണങ്ങി പോകാതിരിക്കുന്നത്? ഇച്ചിരി മുമ്പ് അച്ഛനല്ലേ പറഞ്ഞ ഞാൻ അച്ഛനെ പുന്നാര മോളാണ്, എന്നിട്ടിപ്പോ മാറ്റി പറയാല്ലേ? മോൾ അച്ഛന്റെ പുന്നാര മോളല്ലേ, അച്ഛന്റെ മാത്രം പുന്നാര മോള്. എന്നല്ലേ ഒരു പാട്ട് പാട്, നല്ല പാട്ടായിരിക്കണം. അമ്മേ, മോളെ, ഞാനൊരു ഐഡിയ പറയാം. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുമ്പിൽ കൂടിയാണല്ലോ ഈ കാർ എന്ന് രാവിലെ പോരുന്നത്. ഇവിടെ നിർത്താവുന്ന കാർ അവിടെ നിർത്താലോ. അമ്മയ്ക്ക് ഞങ്ങളെ കൂടെ അവിടെ വന്ന് താമസിച്ചാ എന്താ? അമ്മേ, ഞങ്ങളെ ക്ലാസ്സില് ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് 2 മമ്മിമാരുണ്ട്. ഓടി മണ്ടിക്കോതെ, ഒരു കുട്ടിക്ക് എങ്ങനെ 2 മമ്മിമാരുണ്ടാവുക? അതെനിക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം ചെയ്ത കുട്ടി. ആ കുട്ടിക്ക് 2 മമ്മി. സുജമോൾക്ക് ഒരു മമ്മി പോലും ഇല്ല. പിന്നെ ഇതെന്റെ മമ്മിയല്ലേ? ഇത് വെറും വിസിറ്റിംഗ് മമ്മിയല്ലേ? അമ്മേ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ആരോടും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നെ. ഞാനും കുഞ്ഞച്ഛനും അച്ഛനും കൂടി വേറെ എങ്ങോട്ടോ പോവാ. വേറെ ഏതോ രാജ്യത്തേക്കാ. പേര് മറന്നുപോയി. ഞങ്ങള് പോകുമ്പോ അമ്മയും കൂടി വരുവോ? വിമല ചേച്ചി ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നതാ. അത് സാരമില്ല, നമുക്ക് ഡോക്ടർ വിമലയുമായി ഡിസ്കസ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് വിമല. എന്താ എലീന, പപ്പ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? പപ്പയല്ല, ഇപ്പോൾ എലീനയാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. വരൂ. ഇരിക്കൂ. She is carrying. എത്ര മാസമായി? 3 months. 3 മാസം. She wants an abortion. ഇതാര് പറ്റിച്ചു കുട്ടി? ആരാ ആള്? പറയുമോളെ, ആരാണ്? എന്നോടൊന്നും ചോദിക്കരുത് ഡോക്ടർ, ഞാൻ പറയില്ല. Get out. I say clear out. കൊച്ചിന്റെ തന്തയെ കൂട്ടിക്കൊണ്ടുവരൂ. കുട്ടി പുറത്തു നിൽക്കൂ. എന്താ വിമലേത്? നിനക്ക് എന്ത് പറ്റി?